1972 അതായത് UAEക്ക് 1 വയസ്സുള്ളപ്പോൾ തിരൂർ സ്വദേശിയായ മലയാളിക്ക് നൽകിയ പാസ്പോർട്ടാണിത്. ഈ പാസ്പോർട്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പുതിയ തലമുറ വിലപ്പെട്ട നിധി പോലെ സൂക്ഷിക്കുകയാണ്. 1967 മുതൽ UAEയിലുണ്ടായിരുന്ന തിരൂർ വൈലത്തൂർ സ്വദേശി സൈനുദ്ദീൻ കുഞ്ഞിക്ക് അന്നത്തെ അജ്മാൻ സർക്കാരാണ് ഈ പാസ്പോർട്ട് നൽകിയത്. 1 വർഷം കാലാവധിയുള്ള പാസ്പോർട്ട് പിന്നീട് പലതവണ പുതുക്കിയതായി കാണാം. അജ്മാനിൽ ആദ്യ ഡ്രൈവിംഗ് സ്കൂളിനും അൽ ഖുദ്സ് എന്ന പേരിൽ ബേക്കറിക്കും തുടക്കമിട്ടയാളാണ് സൈനുദ്ദീൻ. 1988 അന്തരിച്ച സൈനുദ്ദീൻ്റെ പുതിയ തലമുറ അജ്മാനിൽ ഇപ്പോഴും അതേ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. പഴയകാലത്തെ അറബികളും മലയാളികളും തമ്മിലെ അടുപ്പത്തിൻ്റെ കൂടി തെളിവാണ് വല്യുപ്പയ്ക്ക് അവർ നൽകിയ പാസ്പോർട്ട് എന്ന് പറയുന്നു കൊച്ചുമകൻ ജംഷീർ. വല്യുപ്പാക്ക് ഇവിടെ അജ്മാനിൽ പോർട്ട് സുഡാനിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വല്യുപ്പ 1978 വിറ്റ് നാട്ടിൽ പോയി. അന്നിപ്പോൾ UAE ഇത്ര ഡെവലപ്പ് കാര്യങ്ങളൊന്നും ആവുന്നു ആർക്കും പ്രതീക്ഷയില്ല. ഇന്നിപ്പോൾ UAE എവിടെ എത്തി നമ്മൾ അന്നത്തെ അതാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ അതേപോലെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ലോക്കലായി മാറിയത്. അറബികൾ അതേപോലെ നമ്മൾ നടക്കേണ്ടി വന്നിരുന്നത് കമ്പ്യൂട്ടറൊക്കെ ഇട്ട് നമ്മൾ അൽഹംദുലില്ലാ ഇപ്പോഴും അറബികൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ആ കഥകൾ കാര്യങ്ങൾ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓരോരോ പഴയ ആളുകൾ നമ്മളോട് മദ്രസ് തൗഫീഖ് എന്ന് പറയുമ്പോൾ നമ്മോട് ചോദിക്കും, മദ്രസ് തൗഫീഖിൽ സൈനുദ്ദീൻ കുഞ്ഞാണ് ഇതിൻ്റെ ആൾ, ഈ ആൾക്ക് പാസ്പോർട്ട് കൊണ്ടുവരാണ് ആരാണ് എൻ്റെ എന്നൊക്കെ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കണം. 1978 പോയതിന് ശേഷം പിന്നെ വലിയപ്പോൾ അങ്ങോട്ട് വന്നില്ല. പിന്നെ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി എൻ്റെ ഫാദർ കുറേ നോക്കി, ദിവാനിൽ എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി. അപ്പോൾ പറഞ്ഞ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനെപ്പറ്റി ഒന്നും ആയില്ല ഇതുവരെ. അന്നത്തെ സ്പോൺസറാണ് ഇന്നും ഉള്ളത്. 1976 എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്പോൺസറാണ് ഇന്നും ഞങ്ങളെ സ്പോൺസറായിട്ട് ഖൽഫാൻ ബിൻ ഹിന്ദി നിൽക്കുന്നത്. UAE 53ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെ ആ വല്യുപ്പയെ ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ തലമുറ. അജ്മാനിൽ നിന്ന് സലീം നൂറിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.